പെരുന്നാളാണെങ്കിലും എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, ഹാഫ് ഡേ ഉണ്ട്. അപ്പോൾ അതിന് പോകണം. പിന്നെ നമ്മളിത് ആ ചിക്കൻ കറിയൊക്കെ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ചിക്കൻ കഴുകി സവാള അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ കൂടെ എപ്പോഴും വെള്ളം വരും ഗൈസ്. അത് കണ്ടിട്ട് എൻ്റെ പാവയ്ക്ക് എനിക്ക് സവാളയൊക്കെ അരിഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എന്താ കുളിച്ച് റെഡി ആയിട്ടോ. ഇക്കായും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. കുഞ്ഞുമോളെ ഞാൻ ഓക്കെ ആക്കി നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുളിച്ച് ഓക്കെ ആയി, കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ പള്ളിയിൽ വിട്ടിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അവരങ്ങനെ പള്ളിയിലേക്ക് പോയി. പള്ളി കഴിഞ്ഞ് വരുമ്പോഴാണ് അവർക്ക് ചായയൊക്കെ കൊടുക്കേണ്ടത്. അപ്പം എന്താ തേങ്ങാപ്പാലിനുള്ള ഇതൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്ത് തേങ്ങാപ്പാൽ റെഡിയാക്കി കേട്ടോ. അങ്ങനെ എനിക്കും പോകണമല്ലോ. അപ്പം ഞാനും ഭയങ്കര ധൃതി വെച്ചിട്ട് റെഡി ആവുകയാണ്. ഞാനെൻ്റെ ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ ആശുപത്രിയിലേക്ക് കുറച്ച് പത്തിരിയും അതുപോലെ ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചൊക്കെ പാക്ക് ചെയ്തെടുത്തു. പിന്നെ ഞാൻ എൻ്റെ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അവർ വന്നിട്ടില്ല, കാരണം എനിക്ക് പോവാൻ സമയമായിട്ടോ. അപ്പോൾ അവർ വന്നിട്ട് അവർ കഴിച്ചോളും. ഉമ്മച്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വാരിക്കെട്ടി ഞാൻ വണ്ടിയിലാക്കിയിട്ട് ഞാൻ പോവുകയാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറങ്ങാം കേട്ടോ, അതാണ് സമാധാനം. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോൾ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നേരെ വന്നത്. അവിടെയും പെരുന്നാൾ കൊള്ളണം, ഇവിടെയും പെരുന്നാൾ കൊള്ളണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ബിരിയാണി തന്നിട്ട് ഉമ്മച്ചി, ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് പായസമാണ്, പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇച്ചിരി പായസമൊക്കെ കുടിച്ച് കുഞ്ഞുമോളുടെ കലാവിരുതുകളൊക്കെ കണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം പെരുന്നാൾ.